ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ പേരയുടെ തൈ എങ്ങനെ മുളപ്പിച്ചെടുക്കാവുന്നതിനെ പറ്റിയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല പേര ഉണ്ടാവും, നല്ല പേരയ്ക്കായ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ വിത്തുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ ചുവട്ടിൽ വീണാലും ചിലപ്പോൾ അത് മുളയ്ക്കാറുമില്ല. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നല്ല വലിപ്പമുള്ള പേരയ്ക്ക സെലക്ട് ചെയ്യുക, അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഏറ്റവും സെൻറ്ററുള്ള ഭാഗത്തുള്ള വിത്തുകൾ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതിന് ശേഷം ഇതുപോലെ പേപ്പറിൽ അത് നമ്മൾ നിരത്തി വയ്ക്കണം. നിരത്തി വയ്ക്കുമ്പോൾ അങ്ങനെ വിത്തുകൾ ചേർന്നിരിക്കരുത്. ചേർന്നിരുന്ന് കഴിഞ്ഞാൽ അത് മുളയ്ക്കുന്ന സമയത്ത് നമുക്കിത് എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം നമുക്ക് കാണാവുന്ന ഒരു പാത്രമായിരിക്കണം. അത് മുളച്ചോ ഇല്ല എന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി എപ്പോഴും ഇത് തുറക്കാൻ പാടില്ല. അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുളച്ചതിന് ശേഷം മാത്രമേ നമ്മളത് തുറക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലൊരു പേപ്പറൊക്കെ ഇട്ടു, വിത്തുകളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിത്തുകൾ മാറിയിരിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ പേപ്പർ നമ്മൾ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്ത് അതിന് ശേഷം അതിന് മേളിൽ നമ്മൾ വേറെ ഒരു പേപ്പറും കൂടെ അഡീഷണലായിട്ട് നമ്മൾ വെക്കണം. ആ വിത്തുകളൊക്കെ നമ്മൾ മൂടി വെക്കണം. അപ്പോഴത് നല്ല ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ആ പേപ്പർ നമ്മൾ നനച്ചു കൊടുക്കുക. ഇവിടെ മഴ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ മഴയത്തേക്കാണ് അത് കാണിച്ചേക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളത് നന്നായിട്ട് അടച്ചു വയ്ക്കുക. നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഏകദേശം 2-3 ആഴ്ച വരെ സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏകദേശം 18 ദിവസം കൊണ്ട് ആ വിത്തുകൾ മുളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ മാസം ജൂൺ മാസം 27-ാം തീയതിയാണ് ഞാനിതിങ്ങനെ ചെയ്തു വെച്ചിരുന്നത്. ഇപ്പം നമുക്കത് മുളച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് മുളച്ചിട്ടുണ്ട്. ആ മേളിലുള്ള പേപ്പറാണ് നമ്മളിപ്പോൾ ഇത് എടുത്ത് മാറ്റുന്നത് കേട്ടോ. എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, വിത്തുകളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വിത്തുകൾ മുളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പേരയുടെ തൈ, നമ്മുടെ വീട്ടിലുള്ള നല്ലൊരു പേര ഉണ്ടെങ്കിൽ അതിൻ്റെ തൈ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും മുളപ്പിച്ചെടുക്കാവുന്ന ഒരു രീതിയാണിത്. അതിനുശേഷം അത് കൂട്ടിലേക്കൊക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതും എങ്ങനെ നടുന്നതെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ വിത്തുകൾ ചേർന്നിരുന്നുള്ള ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ അടുപ്പിച്ച് മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഇങ്ങനെ ഓരോ വിത്തുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രത്യേകം വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടി എല്ലാം കൂടെ എടുക്കുക. മണ്ണും ചാണകപ്പൊടി എന്ന് പറയുമ്പം ആട്ടിൻ ചാണകമോ അല്ലെങ്കിൽ ചാണകപ്പൊടി എന്താണ്, അതല്ല മറ്റെന്തെങ്കിലും ജൈവവളമാണെങ്കിൽ അതും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചാണകപ്പൊടി മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. വളരെ ചെറിയ തൈയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു. ആ കൂട് നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കൂട് നന്നായിട്ട് ഉറപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് നമ്മൾ മണ്ണിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഈ കൂട് കട്ട് ചെയ്തിട്ട് മണ്ണിലോട്ട് എടുത്ത് വയ്ക്കുമ്പോഴേ ഈ കൂട്ടിൽ നിന്നും തൈ വേർതിരിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഈ മണ്ണ് വേർപെട്ട് പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് മണ്ണ് ഉറപ്പിച്ച് വേണം അത് നമ്മൾ ചെയ്യുവാനായിട്ട്. അപ്പോൾ നമ്മളതിൽ പാകി വെച്ചു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. ഏകദേശം 45 ദിവസത്തിന് ശേഷം നമ്മൾക്ക് ഈ തൈകൾ എടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. താങ്ക് യു സോ മച്ച്.